ഓക്കെ, നമുക്ക് 41st ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് നമുക്ക് പാസേജ് വായിക്കാതെ തന്നെ, ഒട്ടും വായിക്കാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ബെസ്റ്റ് റിഫ്ലക്ട് ദ ലോജിക്കൽ റാഷണൽ ഇൻഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. റാഷണൽ എന്ന് പറയുമ്പോൾ, ലോജിക്കൽ എന്ന് പറയുമ്പോൾ പാസേജിൽ കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ അകത്ത് പറയണം. അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, സോ അത് വേണ്ട, നമുക്ക് ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അതിൽ തന്നെ വായിക്കാം. കാരണം നമുക്ക് നെഗേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കൺവെൻഷണൽ ക്ലാസ് റൂം ലേണിംഗ്. കൺവെൻഷണലിന്റെ അർത്ഥം എന്താണ്? ട്രഡീഷണൽ, സാധാരണമായി, സ്ഥിരമായി. അപ്പോൾ ട്രഡീഷണൽ ക്ലാസ് റൂം ലേണിംഗിൽ സെൻട്രൽ ഗോൾ എന്താണ്? ഡ്യൂറേഷൻ ഓഫ് ലേണിംഗ് റാദർ ദാൻ അറ്റൈൻമെന്റ് ഓഫ് കോമ്പറ്റൻസി. അത് കറക്റ്റ് ആണോ? നമ്മൾ എത്ര കൂടുതൽ പഠിക്കുന്നു അല്ലെങ്കിൽ എത്ര ശതമാനം പഠിക്കുന്നു, അതല്ലേ പൊതുവെ സാധാരണമായി നമ്മുടെ സ്കൂളിംഗ് സിസ്റ്റത്തിൽ കാണുന്നത്. അപ്പൊ ഈ സ്റ്റെപ്പിന് ശരിയാണെന്ന് നമുക്കറിയാം. കാരണം ഇത് വളരെ എന്താ പറയാ, വേണമെങ്കിൽ നമുക്ക് പറയും ഇതൊരു GS ഓറിയന്റഡ് ആണ്. അപ്പൊ നമുക്ക് ഈസിയാണ്, നമുക്ക് എന്താണ്, വളരെ ഫിലോസഫിക്കൽ അല്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കൺവെൻഷണൽ ക്ലാസ് റൂം എൻകറേജ് വൺ സൈസ് ഫിറ്റ്സ് ഓൾ അപ്രോച്ച് ആൻഡ് സ്റ്റാമ്പ് ഔട്ട് ഓൾ ഡിഫറൻസിയേഷൻ. അതിന്റെ അർത്ഥം എന്താണ്? പൊതുവെ ട്രഡീഷണൽ ലേണിംഗ് എങ്ങനെയാണ്? പൊതുവെ ഒരു എല്ലാവർക്കും ഒരേ മെത്തേഡാണ്, സിമ്പിൾ മെത്തേഡ് അല്ലെ, വൺ മെത്തേഡ് ഫോർ എവ്രി വൺ. ആൻഡ് ഇറ്റ് സ്റ്റാമ്പ് ഔട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് അടിച്ചമർത്തി കളയുന്നു എന്ത്? ഡിഫറൻസിയേഷൻ. അതായത് ഓരോ സ്റ്റുഡന്റിനും ഓരോ കേപ്പബിലിറ്റി ആണ്. അത് മനസ്സിലാക്കാതെ എല്ലാ സ്റ്റുഡന്റിനും ഒരേ അപ്രോച്ചാണ് എടുക്കുന്നത്. അത് സത്യാലോ? ഇപ്പൊ സെക്കൻഡ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം സി. ഞാൻ പാസേജ് പോലും വായിക്കില്ല, കാരണം നിങ്ങൾക്കറിയാവുന്നത് ഇത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്, പൊതുവെ നടക്കുന്ന ഒരു കാര്യമാണ്. ഇതിന് വിപരീതമായ രീതിയിൽ ഒരിക്കലും ഒരു പാസേജിൽ ഒരു ഓത്തറും എഴുതില്ല. എല്ലാവരുടെയും പൊതുവെയുള്ള അഭിപ്രായം ഇതായിരിക്കും. അപ്പൊ എനിക്ക് പാസേജ് പോലും വായിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ സി ആണ്. ഐ സേവ് മൈ ടൈം. അടുത്തത് അസംഷൻസ് ആണ് ചോദിച്ചേക്കുന്നത്. സോറി, അസംഷൻസ്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് എന്താ പറയുന്നത്? ലാർജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ അവർ കൺട്രി ആർ എംപ്ലോയിഡ് ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ. അത് ശരിയായ കാര്യമാണ്. ഇന്ത്യ ഡസ് നോട്ട് നീഡ് ടു ചേഞ്ച് ഇറ്റ്സ് പ്രസന്റ് കൺവെൻഷൻ. ഇന്ത്യ ഡസ് നോട്ട് നീഡ് ടു ചേഞ്ച് ഇറ്റ്സ്. സി, എന്ത് വളരെ എന്താ പറയുന്നത്, കണ്ണിങ് ആയിട്ടാണ് എക്സാമിനർ നിങ്ങൾ പറ്റിച്ച് നോക്കിക്കേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ വളരെ ശരിയായ ഒരു കാര്യവും സെക്കൻഡ് ഭാഗത്ത് ഓഫ് ദ സ്റ്റേറ്റ്മെന്റിൽ ട്രാപ്പും സെറ്റ് ചെയ്തു എക്സാമിനർ. അതാണ് പറയുന്നത്. നമ്മൾ മൊത്തമായ സെന്റൻസ് ക്ലിയർ ആയിട്ട് വായിക്കണം. ഇന്ത്യ ഡസ് നോട്ട് എന്ന് പറയുമ്പോൾ അത് തീർത്തും തെറ്റാണ്. ഇത് വളരെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈവൺ വിത്ത് ഇറ്റ്സ് പ്രസന്റ് കൺവെൻഷൻ ക്ലാസ് റൂം സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ, ഇന്ത്യ പ്രൊഡ്യൂസസ് സഫിഷ്യന്റ് നമ്പർ ഓഫ് സ്കിൽഡ് വർക്കേഴ്സ് ടു ഫുള്ളി. അത് എങ്ങനെയാണ് ഓത്തറിന് പറയാൻ പറ്റുന്നത്? ഇത് വളരെ, ഇന്ത്യക്ക് ഒരുപാട് പോരായ്മകളുണ്ട് സ്കിൽഡ് സെക്ടറിൽ, സ്കിൽഡ് വർക്കേഴ്സ്. നമ്മൾ ഒരുപാട്, നമ്മുടെ ഗവൺമെന്റ് തന്നെ സ്കിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്കീമുകൾ ഇറക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യ സഫീഷ്യന്റ് നമ്പർ ഓഫ് സ്കിൽ വർക്കേഴ്സ് സപ്ലൈ ചെയ്യുന്നു എന്ന് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് നമുക്ക് പൊതുവെ അറിയാം. ഇപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഇതിന്റെ ഉത്തരം 100% ഡി ആണ്. ഓക്കെ, സോ ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ചില പാസേജുകൾ ഇതിപ്പോ നമുക്ക് ഗോഡ്സ് ബ്ലെസ്സിങ് പോലെ കിട്ടിയതാണ്, ഇങ്ങനെ വരണം എന്നില്ല. ബട്ട് എന്നാലും നമുക്കിവിടെ വളരെയധികം സമയം ലാഭിക്കാം. മേ ബി 25 സെക്കൻഡ്സിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. ഓക്കെ, സോ ഇവിടെ പാസേജ് 43rd ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇതും സിമിലർലി ഐ തിങ്ക് വി ക്യാൻ ഡു ഇറ്റ് വിത്തൗട്ട് ദ പാസേജ്. ഇവിടെ അസംഷൻസ് ആണ് ചോദിച്ചേക്കുന്നത്. സോ ഇവിടെ ചോദിച്ചേക്കുന്നത് ദ അഡോളസെന്റ്. അഡോളസെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഏത് ഇയേഴ്സ് ആണ്. സോ ഡസ് നോട്ട് ഫീൽ കംഫർട്ടബിൾ വിത്ത് ഹിസ് പേരൻസ് ബിക്കോസ് ദേ ടെൻഡ് ടു ബി ഡോമിനേറ്റിംഗ് ആൻഡ് അസർട്ടീവ്. Okay, fine. The adolescent of modern times does not have much respect for parents. Okay. So, which of the assumptions are true? Valid. Okay. So, നമുക്ക് വേണമെങ്കിൽ ഈ പാസേജ് ഒന്ന് വായിക്കാം. പക്ഷെ ഇതില്ലാതെ നമുക്ക് ചെയ്യാം. So, when a child reaches adolescence, there is apt to be conflict. So, conflict between parents. ഒരു കുട്ടി ഒരു അഡോളസൻസ് എത്തുമ്പോൾ പേരൻസ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. പേരൻസിന്റെ പെർസ്പെക്റ്റീവ് ഇവിടെ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ഇഷ്യൂസ്. പിന്നെ കുട്ടി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് കുട്ടിയും പേരന്റും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് വായിക്കാം, നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ വായിക്കാം. ബട്ട് ഇവിടെ നോക്കാം, ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അഡോളസെന്റ് ഡസ് നോട്ട് ഫീൽ കംഫർട്ടബിൾ വിത്ത് ഹിസ് പേരൻസ് ബിക്കോസ് ദേ ടെൻഡ് ടു ബി ഡോമിനേറ്റിംഗ് ആൻഡ് അസർട്ടീവ്. ഇത് സത്യമാണ്. ഇത് ഒരിക്കലും നമുക്ക് തെറ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ അഡോളസെന്റ് എന്നാണ് പറയുന്നത്. അഡോളസെന്റ് എന്ന് പറയുമ്പോൾ ഒരു ചൈൽഡിന് അവരുടെ പേരൻസ് ആയിട്ട് ഡസ് നോട്ട് ഫീൽ കംഫർട്ടബിൾ വിത്ത് ഹിസ് പേരൻസ് ബിക്കോസ് വൈ ഡോമിനേറ്റിംഗും അസേർട്ടീവും ആവാം. ഇവിടെ അഡോളസെന്റ് എന്ന് പറയുന്നു. ഓക്കെ, ഇതാണ് ഇവിടെ ഇതിന്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അഡോളസെന്റ് എക്സാമിനർ പറയുന്നു. അടുത്ത നോക്കിക്കേ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ദ അഡോളസെന്റ് ഓഫ് മോഡേൺ ടൈംസ് എന്ന് പറയുന്നു. ഡസ് നോട്ട് ഹാവ് മച്ച് റെസ്പെക്ട് ഫോർ പേരൻസ്. നോക്കിക്കേ, ഇതൊരു ജഡ്ജ്മെന്റൽ സ്റ്റേറ്റ്മെന്റ് ആണ്. വൈ?
ബിക്കോസ് ഇവിടെ പറയുന്ന അഡോളസെന്റ് ഓഫ് മോഡേൺ ടൈംസ്, അവിടെ ഒരു വലിയ ഒരു സാമ്പിൾ സൈസിനെയാണ് പറയുന്നത്. അഡോളസെന്റ് ഓഫ് മോഡേൺ ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക കാലത്തെ എല്ലാ അഡോളസെന്റ് ചിൽഡ്രൻ. ഇവിടെ പറയുന്നത് ഒരു അഡോളസെന്റ്. അപ്പൊ ഇത് ശരിയാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് വളരെ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള കാര്യമാണ്. ഒരു കുറെ ആൾക്കാരെ ആണ് കമ്പയർ ചെയ്യുന്നത് ഇവിടെ. വളരെ വലിയൊരു സാമ്പിൾ, വളരെ വലിയൊരു കൂട്ടായ്മേനെയാണ് പറയുന്നത്. അപ്പൊ ഇത് തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. സോ സി, ദിസ് ഈസ് ജസ്റ്റ് ആ വേർഡ്സ് വെച്ചിട്ടുള്ള ഒരു പ്ലേ ആണ്. നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ മനസ്സിലാവും, ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. ബട്ട് ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണം. ഇവിടെ നോക്കുക, അഡോളസെന്റ് എന്നും പെട്ടെന്ന് അഡോളസെന്റ് ഓഫ് മോഡേൺ ടൈംസ് എന്ന് പറയുന്നു. എനിക്കിത് പാസേജ് വായിക്കാതെ തന്നെ എങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തിയത്? സോ ഐ നോ ദി സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ആൻഡ് ദി സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. സോ ദി ആൻസർ ഷുഡ് ബി എ. അപ്പൊ ഇങ്ങനെയാണ് പയ്യെ എക്സാമിനർ എവിടെ കളിക്കുന്നു എന്ന് നമുക്ക് പയ്യെ നമ്മൾ ചെയ്താണ് മനസ്സിലാവുന്നത്. സോ ഐ ക്യാൻ ഐദർ റീഡ് ദിസ് പാസേജ്, ഇത് ഒരുപാട് ടൈം എടുക്കില്ല, ബട്ട് വിത്തൗട്ട് ദാറ്റ് ഓൾസോ യു ക്യാൻ ഡു ഇറ്റ്. ബട്ട് വാട്ട് ഈസ് ദ trick here means 43rd question will help you to do 44th question. അപ്പൊ ഇവിടെ നോക്കുക. Okay, which of the following statements best reflects central idea? Okay, parents in general may not be of much help when children are on their way becoming adults. When children reach adolescence, involvement of parents in their lives is unnecessary. 100% wrong. ഇതല്ല സെൻട്രൽ ഐഡിയ. ഒരിക്കലും ഇത് സെൻട്രൽ ഐഡിയ ആവില്ല. കാരണം ഇത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. Modern day nuclear families are not capable. Assertive judgmental statement തെറ്റാണ്. In modern societies, പിന്നെയും പറയാണ്, സാമ്പിൾ സൈസ് വളരെ ലാർജ് ആണ്. Adolescents tend to be stubborn, disobedient and careless. Okay, fine. Tend to be ആവാൻ സാധ്യതയുണ്ട്. ബട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ? ഇതല്ല. ഇതാണോ സെൻട്രൽ ഐഡിയ? പേരൻസും ചിൽഡ്രനും തമ്മിലുള്ള ബന്ധത്തിനെയാണ് ഇതിലെ സെൻട്രൽ ഐഡിയ. അപ്പൊ പേരൻസും പറയുന്നുണ്ട്, ചിൽഡ്രനും പറയുന്നുണ്ട്. അപ്പൊ ഇതായിരിക്കണം ദി ആൻസർ. ഓക്കെ, സോ ദാറ്റ് ഇസ് വൈ ഐ പിക്ക് എ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 51 ഇവിടെ ചോദിച്ചേക്കുന്നത് മോസ്റ്റ് ലോജിക്കൽ, റാഷണൽ ആൻഡ് പ്രാക്ടിക്കൽ സജഷൻ ആണ്. ഓക്കെ, പാസേജ് വായിക്കാതെ നമുക്ക് നോക്കാം. ഇറ്റ് ഇസ് എ ചീപ്പ് ആൻഡ് പ്രാക്ടിക്കൽ മെത്തേഡ് ടു പ്രൊഡ്യൂസ് ലൈംസ്റ്റോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് കമേഴ്ഷ്യൽ, ഓക്കെ, ഫോർ ബിൽഡിംഗ് പർപ്പസസ്. ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ മെത്തേഡ്സ് ഓഫ് കാർബൺ സീക്വസ്ട്രേഷൻ പറയുന്നുണ്ട്. Basalt rock can be made a good source of calcium and magnesium minerals by this method. Okay, fine. Good rock dissolving acid can be produced by mixing carbon dioxide and water. Okay, fine. 4 സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നു. പാസേജ് ഒരുപാട് വലുതല്ലാത്തതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് വായിക്കാവുന്നതാണ്. ഇന്റർനാഷണൽ ടീം ഓഫ് സയന്റിസ്റ്റ്, ഓക്കെ, ഇന്റർനാഷണൽ ടീം ഓഫ് സയന്റിസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അവരെന്താണ് കണ്ടുപിടിച്ചത്? കാർബൺ ഡയോക്സൈഡും വാട്ടറും കൂടെ മിക്സ് ചെയ്ത് ബസാൾട്ട് റോക്സിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? കാർബൺ ഡയോക്സൈഡ് സ്റ്റോണായി മാറി എന്ന് സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ ഇതിൽ ചോദിച്ചേക്കുന്നത് ഏതാണ് ലിങ്ക് ചെയ്യാൻ പറ്റുന്നത്? സോ ഇറ്റ് ഇസ് എ ചീപ്പ് ആൻഡ് പ്രാക്ടിക്കൽ മെത്തേഡ് ടു പ്രൊഡ്യൂസ് ലൈംസ്റ്റോൺ. ഓക്കെ, ലൈംസ്റ്റോണിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് അല്ലെ? അറ്റ് കമേഴ്ഷ്യൽ ലെവൽ ഫോർ ബിൽഡിംഗ് പർപ്പസസും കമേഴ്ഷ്യൽ ലെവലും എവിടെയെങ്കിലും ഇവിടെ പറയുന്നുണ്ടോ? ഇല്ല. സോ ദി ആൻസർ ഇസ് നോട്ട് എ. ദിസ് ക്യാൻ ബി യൂസ്ഡ് ആസ് വൺ ഓഫ് ദ മെത്തേഡ്സ് ഓഫ് കാർബൺ സീക്വസ്ട്രേഷൻ. ഇനി നിങ്ങൾ ചെയ്യുന്നത് എന്തായിരിക്കും? നിങ്ങൾ വിചാരിക്കും കാർബൺ സീക്വസ്ട്രേഷൻ ഇവിടെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? സി, ദിസ് ഇസ് വൈ ദിസ് ക്വസ്റ്റ്യൻ ഇസ് എ ബിറ്റ് ട്രിക്കി. സി, ഈ ലാസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് കാർബൺ സീക്വസ്ട്രേഷൻ ആണ്. നമ്മൾ GS പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ദിസ് ഇസ് കാർബൺ സീക്വസ്ട്രേഷൻ. ഓക്കെ, സോ ഓപ്ഷൻ 2 ഞാൻ ഹോൾഡ് ചെയ്യും. അടുത്ത പോവും. ബസാൾട്ട് റോക്ക് ക്യാൻ ബി മെയ്ഡ് എ ഗുഡ് സോഴ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം മിനറൽസ് ബൈ ദിസ് മെത്തേഡ്. ഓക്കെ, ബസാൾട്ട് റോക്കിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ ഗുഡ് സോഴ്സ് ഓഫ് കാൽഷ്യം മാഗ്നീഷ്യം മിനറൽസ് ബൈ ദിസ് മെത്തേഡ്. ഓക്കെ, ഇത് ഫൈൻ, ഇത് ശരിയാവാം. ഓപ്ഷൻ ഡിയിൽ പറയുന്നത് ഗുഡ് റോക്ക് റിസോൾവിംഗ് ആസിഡ് ക്യാൻ ബി പ്രൊഡ്യൂസ് ബൈ മിക്സിംഗ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. ഇപ്പൊ കാർബൺ ഡയോക്സൈഡും വാട്ടർ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഗുഡ് റോക്ക് റിസോൾവിംഗ് ആസിഡ് ഉണ്ടാവും. ബട്ട് സി, ഇവിടെ നിങ്ങൾ നോക്കുക, ഇതില് ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് എക്സാമിനർ ഓത്തർ പറഞ്ഞു നിർത്തുന്നത്. ബേസിക്കലി കാർബൺ ഡയോക്സൈഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റോൺ. എക്സ്ക്ലെയിം ദ സയന്റിസ്റ്റ്. സോ ബേസിക്കലി എന്താണ് ഇവിടെ സംഭവിച്ചത്? സയന്റിസ്റ്റുകൾ എന്തോ സംഭവം ഡിസ്കവർ ചെയ്തപ്പോഴത്തേക്കും അവര് കാർബൺ റോക്സിൽ സ്റ്റോർ ചെയ്യാം എന്ന് കണ്ടുപിടിച്ചു അല്ലെ? അപ്പോ ഇതിലെ മെയിൻ കാര്യം എന്താണ്? അവർ കണ്ടുപിടിച്ചത് എന്താണ്? ദിസ് ക്യാൻ ബി യൂസ്ഡ് ആസ് വൺ ഓഫ് ദ മെത്തേഡ്സ് ഓഫ് കാർബൺ സീക്വസ്ട്രേഷൻ. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് ബി. കാരണം ഇവിടെ സയന്റിസ്റ്റുകളുടെ ഒരു ഡിസ്കവറിയാണ് ഇവിടെ നടന്നത്. ആ ഡിസ്കവറി ആയതുകൊണ്ടാണ് ഇതൊരു മെത്തേഡായി മാറിയത്. ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ്, പക്ഷെ ഇതല്ല മെയിൻ കാര്യം. ഈ 3 കാര്യങ്ങളും ഈ പാസേജിലുള്ള കാര്യമാണ് അല്ലെ? 3 കാര്യങ്ങളും കൃത്യമായ പാസേജിലുള്ളതാണ്. പക്ഷെ ഇതിൽ മെയിൻ ആയിട്ട് കണ്ടുപിടിച്ച കാര്യമാണ് ബി. ദാറ്റ് ഈസ് വൈ ദ ആൻസർ ഇസ് ബി. യു നീഡ് ആൻ ഓപ്ഷൻ, സോ യു ഹാവ് ടു ഡിസൈഡ്. ഓക്കെ, സോ ഇത് കുറച്ച് ട്രിക്കിയാണ്, ചിലവർ തെറ്റിക്കും,
ചിലവര് ബട്ട് നമ്മൾ കുറച്ച് കാമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ഓക്കെ ഫൈൻ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് നീങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 52. ഇവിടെ പറയുന്നത് അസംഷൻസ് ആണ് ചോദിച്ചേക്കുന്നത്. Giant icebergs have a bearing on primary productivity and food chains of the Southern Ocean. Melting of giant icebergs can produce climate change effects and impact world fisheries. Okay, fine. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പാസേജ് വായിക്കാം. വളരെ സ്മോൾ പാസേജ് ആണ്. Geographers analyzed 175 satellite images of a. So what had happened here? അതായത് ഓഷ്യന്റെ സർഫസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജയന്റ് ഐസ്ബർഗ്സ് കണ്ടുപിടിച്ചു. ഈ ജയന്റ് ഐസ്ബർഗ്സ് ആർ റെസ്പോൺസിബിൾ സ്റ്റോറിംഗ് അപ് ടു 20% ഓഫ് കാർബൺ ഇൻ ദ സദർൺ ഓഷ്യൻ, വിച്ച് ഇസ് എ ഗുഡ് തിങ് അല്ലേ? അപ്പൊ ഇതിന്റെ ബേസിക് ഒരു ടെംപ്ലേറ്റ് മനസ്സിലായോ പാസേജില്? ജയന്റ് ഐസ്ബർഗ്സ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതിനെ നല്ലൊരു പോസിറ്റീവ് ലൈം ലൈറ്റിലാണ് ഓത്തർ വെച്ചേക്കുന്നത് ഈ പാസേജിൽ. സോ ഇത് നല്ലൊരു കാര്യമാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്? ജയന്റ് ഐസ്ബർഗ്സ് ഹാവ് എ ബെയറിംഗ് ഓൺ പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആൻഡ് ഫുഡ് ചെയിൻസ് ഓഫ് ദ സദർൺ ഓഷ്യൻ. അതെ, അതിനെ അഫക്ട് ചെയ്യുന്നു. എങ്ങനെയാണ്? പോസിറ്റീവ്ലി അഫക്ട് ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, മെൽറ്റിംഗ് ഓഫ് ജയന്റ് ഐസ്ബർഗ്സ് ക്യാൻ പ്രൊഡ്യൂസ് ക്ലൈമറ്റ് ചേഞ്ച് ഇഫക്ട്സ് ആൻഡ് ഇമ്പാക്ട് വേൾഡ് ഫിഷറീസ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ഭാഗം വായിക്കാം. മെൽറ്റിംഗ് ഇവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ജയന്റ് ഐസ്ബർഗ്സ് വിച്ച് കണ്ടെയ്ൻസ് അയൺ ആൻഡ് അതർ ന്യൂട്രിയൻസ് സപ്പോർട്ട്സ് അൺഎക്സ്പെക്ടഡ്ലി ഹൈ ലെവൽസ് ഓഫ് ഫൈറ്റോപ്ലാങ്ക്ടൺ ഗ്രോത്ത്. സോ ഇതിന്റെ അർത്ഥം എന്താണ്? ഫൈറ്റോപ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ GS പഠിക്കുന്നതാണ്, നല്ലൊരു കാര്യമാണ്. അപ്പൊ എന്താണ്? മറൈൻ ലൈഫ് കുറച്ചുകൂടി നന്നായിട്ട് വളരും, ഫിഷിനൊക്കെ ന്യൂട്രിയൻസ് വരും. അപ്പൊ ഫുഡ് ചെയിനെ അത് പോസിറ്റീവ്ലി അഫക്ട് ചെയ്യും അല്ലേ? സോ ഇവിടെ പറയുന്നത് ഐസ്ബർഗ്സ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് ഇഫക്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ വേൾഡ് ഫിഷറീസിനെ അഫക്ട് ചെയ്യുന്നതാണ്. സോ പ്രൊഡ്യൂസ് ക്ലൈമറ്റ് ചേഞ്ച് ഇഫക്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു നെഗറ്റീവ് കൊണോട്ടേഷൻ ആണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാവില്ല. കാരണം പോസിറ്റീവ്ലിയാണ് ഓത്തർ, അതായത് ഈ പാസേജ് ക്രിയേറ്റ് ചെയ്ത ആള് ഐസ്ബർഗ്സിനെ പോസിറ്റീവ്ലിയാണ് പൊട്രേ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പോസിറ്റീവ് ലൈൻ ലൈറ്റിലും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ നെഗറ്റീവ് ആയിട്ടാണ് പൊട്രേ ചെയ്തേക്കുന്നത്. അപ്പൊ ആൻസർ ഷുഡ് ബി എ, ഇറ്റ് ഷുഡ് നോട്ട് ബി ബി, സി. സോ ബി തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 53. ക്വൈറ്റ് ഫണ്ണിലി ഇനഫ് ഈ ക്വസ്റ്റ്യൻ ഹാസ് എ റിലേഷൻ വിത്ത് നമ്മൾ മുൻപേ ചെയ്തൊരു ക്വസ്റ്റ്യൻ. ഞാൻ ആ സയന്റിസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞില്ലായിരുന്നു, അതുപോലെ തന്നെ ലിങ്കേജ് ഉണ്ട് ഇവിടെ. ബിക്കോസ് നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിക്കാം, നോക്കിക്കേ. ഫാർമേഴ്സ് ക്യാൻ യൂസ് കാറ്റർപില്ലേഴ്സ് ടു ഫീഡ് ഓൺ വീഡ്സ് ഇൻ ദ ക്രോപ്പ് ഫീൽഡ്സ് ആൻഡ് പ്ലാന്റേഷൻസ്. ഓക്കെ, കുഴപ്പമില്ല, എനിക്കതിൽ തെറ്റായിട്ടൊന്നും തോന്നിയില്ല. ദിസ് ഫൈൻഡിങ് എന്ന് പറയുന്നുണ്ട്, can help in the development of clinically useful antimicrobial compounds. Okay, this finding can help in the development of organic, ecologically sustainable pesticides. Caterpillars can be genetically modified to be predators of the other plant pests. Okay, I don't know. നമുക്ക് പാസേജ് ഒന്ന് വായിക്കാം, കാരണം ചെറിയൊരു പാസേജ് അല്ലേ. സോ ഇവിടെ പറയുന്നത് കാറ്റർപില്ലേഴ്സ് ആണ് മെയിൻ കാര്യം. എവിടെ എന്താണ്? ഇറ്റ് വിൽ ഹെൽപ്പ് ദ പ്ലാന്റ് ടു ടേൺ ഓഫ് ഇറ്റ്സ് ഡിഫൻസ് അഗൈൻസ്റ്റ് ഇൻസെക്ട് predators. അപ്പോൾ കാറ്റർപില്ലേഴ്സ് എന്തിനെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്? പ്ലാന്റ് ഗ്രോത്തിനെ ഇൻഡയറക്ട്ലി ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത്. സോ അവസാനം നിങ്ങൾ നോക്കിക്കേ, കഴിഞ്ഞ ആ പാരഗ്രാഫ് ഞാൻ ഡിസ്കസ് ചെയ്ത പോലെ, സയന്റിസ്റ്റിന്റെ പാരഗ്രാഫ് ഡിസ്കസ് ചെയ്ത പോലെ ഇവിടെ പറയുന്നത് the find could throw new light on compounds associated with the plant response to pathogens like fungi or bacteria. അതായത് പ്ലാന്റിന്റെ റെസ്പോൺസ് വിത്ത് ഫംഗൈ ഓർ ബാക്ടീരിയ. ഓക്കെ അല്ലേ ഇവിടെ പറയുന്നത്? അപ്പൊ കാറ്റർപില്ലർ ഹൗ ഇറ്റ് ഇൻഡയറക്ട്ലി ഹെൽപ്സ് ഫോർ പ്ലാന്റ് ഗ്രോത്ത്. പ്ലാന്റും ഓർ ഫംഗൈയും ബാക്ടീരിയയും തമ്മിലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് പ്ലാന്റ് ഗ്രോത്ത് എങ്ങനെ ഇൻഡയറക്ട്ലി ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പോസ് ചെയ്ത് വായിക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ ചോദിച്ചേക്കുന്നത് ലോജിക്കൽ റാഷണൽ, അതേ ആ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ അതേ ലോജിക്കാണ് ഇവിടെ. ഫാർമേഴ്സ് ക്യാൻ യൂസ് കാറ്റർപില്ലേഴ്സ് ടു ഫീഡ് ഓൺ വീഡ്സ് ഇൻ ദ ക്രോപ്പ് ഫീൽഡ്സ് പ്ലാന്റേഷൻസ്. ഓക്കെ, ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ ഇവിടെ ഫാർമേഴ്സിന്റെ കാര്യവും ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ല. സോ ഐ വിൽ ഹോൾഡ്, ഐ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് ദി ആൻസർ. ദിസ് ഫൈൻഡിങ് എന്ന് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഫൈൻഡ് ക്ലിയർലി ലിങ്ക്ഡ്. സോ എനിക്ക് ഏകദേശം അറിയാം ഈ ഫൈൻഡ് ക്യാൻ ബി ഐദർ ബി ഓർ സി, കാരണം രണ്ടിടത്തും അതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഫൈൻഡിങ് ക്യാൻ ഹെൽപ്പ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ക്ലിനിക്കലി യൂസ്ഫുൾ ആന്റി മൈക്രോബിയൽ കോമ്പൗണ്ട്സ്. ഓക്കെ ഫൈൻ. Third statement, this finding can help in the development of organic, ecologically sustainable pesticides. Okay, caterpillars D ആവാൻ സാധ്യതയില്ല എന്ന് നമുക്ക് മനസ്സിലായി. The answer should be either B or C. Okay, ഇനി ഇവിടെ നോക്കുക, ബാക്ടീരിയ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഓർഗാനിക് എക്കോളജിക്കലി സസ്റ്റൈനബിൾ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നുണ്ട്. പെസ്റ്റിസൈഡ്സ് എന്തിനാണ്? നമ്മൾ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷെ പെസ്റ്റിസൈഡ്സിന്റെ യൂസേജ് നമ്മൾ GS പഠിക്കുന്നതാണ്. യൂസേജ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ അഫക്ട് ദ
സോയിൽ. അപ്പോൾ ഓർഗാനിക് എക്കോളജിക്കലി സസ്റ്റൈനബിൾ പെസ്റ്റിസൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ക്യാൻ ബി എന്താ പറയുന്നത് എക്കോളജിക്കലി സസ്റ്റൈനബിൾ, അതായത് നല്ല ഓർഗാനിക് കാര്യങ്ങൾ. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. കാറ്റർപില്ലറും എങ്ങനെയാണ് ഫേസിസ് ഓർ ഫ്രാസ് ഈ കാര്യങ്ങൾ പറയുന്നത്. കാറ്റർപില്ലർ എങ്ങനെയാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന്. സോ ദി ആൻസർ ഷുഡ് ബി സി. നോ, ഇത് GS പരമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ മതി. ദി ആൻസർ ഷുഡ് ബി സി. ഇറ്റ് കനോട്ട് ബി ബി. കാരണം ഇവിടെ ആന്റി മൈക്രോബിയൽ കോമ്പൗണ്ട്സിനെ കുറിച്ച് അതല്ല മെയിൻ കാര്യം. സോ ഇവിടെ കോമ്പൗണ്ട്സ് എന്നുള്ള വേർഡ് കണ്ടിട്ട് നിങ്ങൾ ബി കുത്താൻ പോരുത്. ദ മെയിൻ ടോപ്പിക്, ദ മെയിൻ പോയിന്റ് ഇസ് പ്ലാന്റും. അപ്പൊ നമുക്കത് പെട്ടെന്ന് ക്ലിക്ക് ആവണം. ആ ക്ലിക്കായിട്ട് നമ്മൾ ചൂസ് ചെയ്യാം. സോ ഇവിടെ ഫൈൻഡ് എന്ന് പറഞ്ഞ വേർഡ് കണ്ടു, നമുക്കറിയാം ഇതായിരിക്കും ആൻസർ, ബി ഓർ സി. നമുക്ക് ഇമ്മീഡിയറ്റ്ലി തന്നെ എലിമിനേറ്റ് ചെയ്യാം. യു ക്യാൻ ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 61. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇത് വേണമെങ്കിൽ നമുക്ക് 10 സെക്കൻഡ്സിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ആക്ച്വലി പാസേജ് വായിക്കാതെ നമുക്ക് നോക്കാം. ഇവിടെ ക്രക്സ് എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. ക്രക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ കാര്യം അല്ലെ. പിന്നെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഇല്ലോജിക്കൽ, ജഡ്ജ്മെന്റൽ, എക്സ്ട്രീമിസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഇമ്മീഡിയറ്റ്ലി തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ റെസ്പോൺസിബിൾ മീഡിയനെ കുറിച്ചാണ് പറയുന്നത്. ഷുഡ് നോട്ട് ഡിസ്റ്റോർട്ട് ദ റിയൽ ഇൻ ആൻ ഐഡിയൽ ഡെമോക്രസി. സോ അതിന്റെ അർത്ഥം എന്താണ്? ഉത്തരവാദിത്തമുള്ള ഒരു മീഡിയ സത്യം വളച്ചൊടിക്കരുത് അല്ലെ. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഫേക്ക് ന്യൂസ് സീംസ് ഇൻഹെറന്റ് ഇൻ ദ ലൈഫ് ഓഫ് ആൻ ഐഡിയൽ ഡെമോക്രസി. അതായത് ഡെമോക്രസിയിൽ എന്താ പറയുന്നത്, ഫേക്ക് ന്യൂസ് വളരെയധികം കോമൺ ആയി മാറിയേക്കുവാണ്. ഓക്കെ, സിയിൽ പറയുന്നത് ദർ ഷുഡ് നോട്ട് ബി എനി കൈൻഡ് ഓഫ് റെസ്ട്രിക്ഷൻസ് ഓൺ ദ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇൻ ഐഡിയൽ ഡെമോക്രസി. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ ഇത് 100% തെറ്റാണെന്ന്. കാരണം നമ്മൾ പൊളിറ്റിയിലൊക്കെ വായിക്കുവാണ്, ഫ്രീഡം കൊടുക്കണം, ലിബർട്ടി കൊടുക്കണം, എന്ത് കൊടുത്താലും അത് കൺട്രോൾഡ് ആയിരിക്കണം. നമുക്കത് ആബ്സെൻസ് ഓഫ് റെസ്ട്രെയിന്റ് അല്ല അല്ലെ. അപ്പൊ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവണം, പക്ഷെ അത് കൺട്രോൾഡ് ആയിരിക്കണം, ലോജിക്കൽ ആയിരിക്കണം. അപ്പൊ ഇത് തെറ്റാണ്. ഇതായിരിക്കില്ല ക്രക്സ്. ഇതൊരിക്കലും ആയിരിക്കില്ല ക്രക്സ്. വൈ? ഓതർ ഇങ്ങനത്തെ ഒരു പാസേജ് ഇടുമ്പോൾ നല്ല മെസ്സേജ് കൊടുക്കുന്ന ഒരു പാസേജ് ആയിരിക്കും ഓതർ ക്രിയേറ്റ് ചെയ്യുന്ന, ഈ പാസേജ് ഉണ്ടാക്കിയ ഒരാള് അല്ലെ. അപ്പൊ അതിൽ നിന്ന് ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കുമ്പോൾ നല്ലൊരു മെസ്സേജ് ആയിരിക്കും. ഇതായിരിക്കും ഒരു നല്ലൊരു മെസ്സേജ്. ഒരിക്കലും ഒരു ഓതർ അങ്ങനെ കൊടുക്കില്ല. അപ്പൊ ഇതായിരിക്കില്ല ആൻസർ സി. ഇറസ്പോൺസിബിൾ മീഡിയ ആൻഡ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് കാനോട്ട് ബി എഫക്റ്റീവ്ലി കൺട്രോൾ ഇൻ ആൻ ഐഡിയൽ ഡെമോക്രസി. ക്രക്സ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഓതർ എന്തൊരു മെസ്സേജ് ആണ് ഇങ്ങനെ കൊടുക്കുന്നത്. അതായത് നമ്മൾ ഒരു കൺക്ലൂഷൻ കൊടുക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടല്ലേ കൊടുക്കുള്ളൂ. രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് വർക്ക് ചെയ്യണം, രണ്ടും ഒരുമിച്ച് പോകണം. ഇവിടെ പറയുന്നത് ഇറസ്പോൺസിബിൾ മീഡിയയും പൊളിറ്റിക്കൽ ലീഡേഴ്സും കൺട്രോൾ ചെയ്യാനേ പറ്റില്ല ഐഡിയൽ ഡെമോക്രസിയിൽ. അപ്പൊ അതെന്താണ്? ഇത് വളരെ എന്താ പറയുന്ന ഒപ്റ്റിമിസ്റ്റിക്കും ന്യൂട്രലും എന്താ സൊസൈറ്റിയിൽ ചേഞ്ചസും വരുത്തേണ്ട പരീക്ഷയാണ്. അങ്ങനത്തെ ഒരു പരീക്ഷയിൽ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ക്രക്സ്. ഡി അല്ല 100%. ഓക്കെ, അപ്പൊ എ അല്ലെങ്കിൽ ബി ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഞാൻ പെട്ടെന്ന് പാസേജ് ഒന്ന് സ്കിം ചെയ്ത് നോക്കും. എവിടെയാണ്? ഓക്കെ, റെസ്പോൺസിബിൾ മീഡിയനെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ. ഓക്കെ, അതിനെക്കുറിച്ചാണ് നോർമേറ്റീവ്ലി റെസ്പോൺസിബിൾ മീഡിയ ത്രൂ ഇറ്റ്സ് കമ്മ്യൂണിക്കേഷൻ. ഫൈനൽ ഭാഗത്ത് ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ ദി ആൻസർ ഷുഡ് ബി എ. ഓക്കെ, കാരണം റെസ്പോൺസിബിൾ മീഡിയനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഫേക്ക് ന്യൂസ് ആണ് പറയുന്നത്. ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സബ് ടോപ്പിക് മാത്രമാണ്. ഇത് ഇതിന്റെ മെയിൻ ക്രക്സ് ആയി മാറില്ല. ക്രക്സ് എന്താണ്? ഇതാണ്. വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 62. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്? ഓക്കെ, ലോജിക്കൽ, റാഷണൽ, പ്രാക്ടിക്കൽ മെസ്സേജ് ആണ് കേട്ടോ. മെസ്സേജ് നമ്മളത് അപ്പം തന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. ഓക്കെ, knowledge of consumer behavior leads to more capital expenditure in manufacturing sector. Okay, fine. Knowledge of consumer behavior stimulates the growth of commerce and trade and thus helps in the overall economic development of the country. Okay. Interconnected devices give a lot of comfort to home users and improve the overall quality of life. Interconnected devices can be at security risk and home users may have privacy risk. ഓക്കെ, നിങ്ങൾ ലോജിക്കലി ചിന്തിച്ചു നോക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്ന പ്രാക്ടിക്കൽ മെസ്സേജ് ആണ്. ഓക്കെ, ഇതൊക്കെ വളരെ ജനറിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പാസേജ് ഒന്ന് സേഫ്റ്റിക്ക് വേണ്ടി വായിക്കാം. Nowadays there is a growing trend to use interconnected home devices. അപ്പൊ നമുക്കറിയാം മെസ്സേജ് ആണ്. അപ്പോൾ നമുക്കറിയാം സിയും ഡിയിലും ഇന്റർകണക്റ്റഡ് ഡിവൈസസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, വിൽ ഹോൾഡ്. അപ്പോൾ കൺസ്യൂമേഴ്സ് ഇങ്ങനത്തെ നെറ്റ്വർക്കുകൾ അവരുടെ വീടുകളിൽ ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് there are high chances of invasion of privacy അല്ലെ. സോ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ പറയുന്നത് നമുക്കറിയാം എന്താണ്. അതായത് ഇവിടെ നമുക്ക് കാണാം, the connected home device manufacturers and service providers will seek to overcome thin profit margins by gathering more of our personal data. അപ്പൊ നമ്മുടെ പ്രൈവസീനെ ഇൻവേഡ് ചെയ്യാന്ന് എന്ന് ഏകദേശം നമുക്ക് സ്കിം ചെയ്യുമ്പോൾ വായിക്കാം. സോ ഇതിൽ എന്ത് മെസ്സേജ് ആയിരിക്കും കൊടുക്കുന്നത്? ഇവിടെ ഇന്റർകണക്റ്റഡ് ഡിവൈസസ് ആണ്. അപ്പൊ ഓർഡർ എന്ത് മെസ്സേജ് ആയിരിക്കും കൊടുക്കുന്നത്? ഇതായിരിക്കും ഒരു മെസ്സേജ്. ഇതൊരു ബൈ പ്രൊഡക്റ്റ് അല്ലേ?
ഓതർ പറയുന്നതാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന്. ഇതൊരു മെസ്സേജ് ആവോ? ഇല്ല. നോളജ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ സ്റ്റിമുലേറ്റ്സ്, ഇതും ഒരു ബൈ പ്രൊഡക്റ്റ് അല്ലേ? ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ? ഇതിന്റെ കാരണം ഇത് മൂലം നടക്കുന്ന ഒരു കാര്യമാണ്. ഇതൊരു മെസ്സേജ് ആവാൻ സാധ്യതയില്ല, വളരെ കുറവാണ്. ഇനി ഇവിടെ പറയുന്നത് എന്താണ്? ഇത് ഇന്റർകണക്റ്റഡ് ഡിവൈസസിന്റെ ഒരു പോസിറ്റീവ് കാര്യമല്ല ഇവിടെ പറയുന്നത്. ഇതെന്താ പറയുന്നത്? ഇന്റർകണക്റ്റഡ് ഡിവൈസസ് ക്യാൻ ബി അറ്റ് സെക്യൂരിറ്റി റിസ്ക്. അതിന്റെ പ്രശ്നങ്ങൾ എന്താണ്? മേ ഹാവ് പ്രൈവസി റിസ്ക്. അതല്ലേ മെയിൻ ആയിട്ട് ഇവിടെ സംസാരിക്കുന്നത്. ഓതറിന്റെ കൺസേൺ ഇത് തന്നെയല്ലേ, പ്രൈവസിയുടെ. അപ്പൊ ഇതായിരിക്കുമല്ലോ ഓതറിന്റെ മെസ്സേജ്. it could be D. അതല്ലേ മെയിൻ ടോപ്പിക്. സോ ദാറ്റ് ഇസ് വൈ യു ഗോ ഫോർ D. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആണ്. പലരും പല ആംഗിളിൽ നിന്നാണ് ഡെഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ്. ബട്ട് ഫോർ മീ ഇതാണ്. സോ നമുക്ക് വേണമെങ്കിൽ 10 സെക്കൻഡിൽ അല്ലെങ്കിൽ 15 സെക്കൻഡിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്, ഒന്ന് സ്കിം ചെയ്യുക. ഫസ്റ്റ് ലൈനിൽ ഇന്റർകണക്റ്റഡ് ഡിവൈസസ് കാണുന്നു, പിന്നെ പേഴ്സണൽ ഡാറ്റാന്റെ ഇഷ്യൂ നമുക്ക് കാണുന്നു. അപ്പം നമ്മൾ പെട്ടെന്ന് ഇതിലെ മെസ്സേജും കൂടെ കാണുമ്പോൾ നമുക്കറിയാം ഏതാണ് പിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 63. ഇവിടെ അഗെയിൻ ചോദിച്ചേക്കുന്നത് ക്രക്സ് ആണ്. ക്രക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ടോപ്പിക് അല്ലെ, മെയിൻ എസെൻസ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, എൻവയറൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ഇസ് ഇനമിക്കൽ ടു ആർ ഒബ്ജക്റ്റീവ് ഓഫ് അച്ചീവിംഗ് ഹൈ റേറ്റ് ഓഫ് GDP ഗ്രോത്ത്. ഓക്കെ, ഫൈൻ. പോവർട്ടി എറാഡിക്കേഷൻ ഇസ് നോട്ട് പോസിബിൾ വിത്തൗട്ട് എ റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ദ കോൺസിക്വന്റ് എൻവയറൺമെന്റൽ ഡീഗ്രഡേഷൻ. പോവർട്ടി എറാഡിക്കേഷൻ ഇസ് നോട്ട് പോസിബിൾ എന്നാണ് ഇവിടെ പറയുന്നത്, വിത്തൗട്ട് റാപ്പിഡ്. അഗെയിൻ ജഡ്ജ്മെന്റൽ. എങ്ങനെയാണ് ഓത്തറിന് അങ്ങനെ പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എക്സാമിലാണ് അങ്ങനെ പറയാൻ പറ്റുന്നത്? It cannot be the answer അല്ലെ. ബി ആവ് ലെസ് ചാൻസ് ഓഫ് ബി ബീങ് ദി ആൻസർ. പിന്നെ പറയുന്നത് സിയില്, മെയിൻറ്റെയിനിങ് ഹൈ എൻവയറൺമെന്റൽ സ്റ്റാൻഡേർഡ്സ് ഇസ് നൗ എ പ്രീ റിക്വസിറ്റ് ഫോർ അച്ചീവിംഗ് എ സ്റ്റഡി സഫിഷ്യന്റ് ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഓക്കെ, ഫൈൻ. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഐ വിൽ ഹോൾഡ് എയിം, ഞാൻ ഹോൾഡ് ചെയ്യും. ഡിയിൽ പറയുന്നത്, വിത്ത് ലാർജ് പോപ്പുലേഷൻസ്, റാംപറ്റ് പോവർട്ടി ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ് ഓഫ് ടുഡേസ് വേൾഡ്, എൻവയറൺമെന്റൽ ഡീഗ്രഡേഷൻ cannot be prevented and inequalities are inevitable. നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചെയ്ത് കണ്ടോ? ഒരു ഐഡിയൽ ഡെമോക്രസിയിൽ പൊളിറ്റീഷ്യൻസിനും അതുപോലെ തന്നെ ഫേക്ക് കാര്യങ്ങളെയും ഒരുമിച്ച് നമുക്ക്, അല്ലെങ്കിൽ അതിനെ രണ്ടിനും ഒരുമിച്ച് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? അതുപോലത്തെ ഒരു സിമിലർ എസൻസ് അല്ലേ. എൻവയറൺമെന്റൽ ഡിഗ്രഡേഷൻ cannot be prevented and inequalities are inevitable. എക്സാമ്പിൾ പറയാം. അപ്പൊ എന്ത് തരം മെസ്സേജ് ആണ് തരുന്നത് അപ്കമിങ് ജനറേഷൻ, ഫ്യൂച്ചർ ബ്യൂറോക്രാറ്റ്സിന്? ഇതൊരിക്കലും നിങ്ങൾക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു സൊല്യൂഷൻ ഓറിയന്റഡ് അപ്രോച്ച് ആണോ? അല്ല. അപ്പൊ ഡി ആയിരിക്കില്ല ആൻസർ. ഇറ്റ് cannot be D. The answer should be either A or C. ഇനി ഞാൻ പാസേജ് ഒന്ന് വായിക്കും. അഗെയിൻ ക്രക്സ് ആണ്, അത് മറക്കരുത്. ഇവിടെ പറയുന്നത് എന്താണ്? ഗ്രീൻ ഗ്രോത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ റീതിങ്ക് ചെയ്യണം ഗ്രോത്ത് സ്ട്രാറ്റജീസ്. ബിക്കോസ് വൈ? ഇൻ റീതിങ്കിങ് ഗ്രോത്ത് വി നീഡ് ടു ഫോക്കസ് ഓൺ ദ കറന്റ് റിയാലിറ്റി. ഓക്കെ, റിസോഴ്സ് കൺസ്ട്രെയിൻഡ് വേൾഡ്. അതായത് ഓക്കെ, ഫൈൻ. ഇവിടെ ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസോഴ്സസ് വളരെയധികം കുറവാണ് നമ്മുടെ ലോകത്ത്. അപ്പോൾ നമ്മൾ ഗ്രീൻ ഗ്രോത്ത് എന്ന് പറഞ്ഞ ഐഡിയ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ തുച്ഛമായ റിസോഴ്സസ് വെച്ച് മാത്രമേ നമുക്ക് ആ ഐഡിയനെ ഡെവലപ്പ് ചെയ്ത് ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്ത് വായിക്കാവുന്നതാണ്. പക്ഷെ അതിന്റെ മെയിൻ എസൻസ് നമുക്ക് കിട്ടി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതാണ് പാസേജിൽ കൂടുതൽ സംസാരിക്കുന്നത്. അപ്പൊ ഏതായിരിക്കും ക്രക്സ് ആവാൻ സാധ്യത? ഇവിടെ നോക്കിക്കുക, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി സിയും എയും അല്ലേ. എൻവയറൺമെന്റ് സസ്റ്റൈനബിലിറ്റിനെ കുറിച്ച് പാസേജിൽ പറയുന്നുണ്ട്, പക്ഷെ ഇവിടെ ഹൈ റേറ്റ് ഓഫ് GDP ഗ്രോത്ത് എവിടെയാണ്? പാസേജിൽ എവിടെയെങ്കിലും GDP-നെ കുറിച്ച് പറയുന്നുണ്ടോ? നോ. എക്കണോമിക് ഗ്രോത്ത് എന്ന് ഒരിടത്തും പറയുന്നു പോലും. GDP എക്കണോമിക് ഡെഡ് എൻഡ് എന്ന് പറയുന്നുണ്ട്, പക്ഷെ GDP അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ ഇവിടെ ഇൻക്ലൂസീവ് ഗ്രോത്ത്, അതുപോലെ തന്നെ എൻവയറൺമെന്റൽ സ്റ്റാൻഡേർഡ്സ്, ഇതൊക്കെ വളരെ പോസിറ്റീവ് ബ്രോഡർ ആയിട്ട് തോന്നുന്നു. സോ ദാറ്റ് ഇസ് വൈ ഐ പിക്ക് C over A. ഓക്കെ, അപ്പൊ നമുക്കൊരു റീസൺ വേണം ഒരു ഓപ്ഷൻ മറ്റു ഓപ്ഷന് മുന്നേ പിക്ക് ചെയ്യാനുള്ള കാരണം. അപ്പൊ എന്റെ റീസൺ ഇതാണ്, ബിക്കോസ് ഇത് വളരെ ബ്രോഡർ ആണ്. അതുപോലെ തന്നെ GDP-യുടെ കാര്യവും ഇവിടെ പറയുന്നില്ല. ഇൻക്ലൂസീവ് ഗ്രോത്തിനെ കുറിച്ച് തന്നെയാണ് പാസേജ് തുടങ്ങുന്നത് തന്നെ. ഗ്രീൻ ഗ്രോത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ എല്ലാം ഉൾക്കൊള്ളിച്ചുള്ള ഗ്രോത്ത്. അപ്പൊ അതുപോലത്തെ ഒരു പാസേജ് ആയിട്ട് എനിക്ക് തോന്നി. ദാറ്റ് ഇസ് വൈ പിക് സി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 71. ഇത് കുറച്ച് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ചോദ്യമാണ്. ഇത് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി അറ്റംപ്റ്റ് ചെയ്യും, ബട്ട് ദർ വിൽ ബി ചാൻസസ് ഓഫ് ദിസ് ബീങ് റോങ്, ബട്ട് ഐ വിൽ സ്റ്റിൽ ട്രൈ. ഓക്കെ, ഇവിടെ ചോദിച്ചേക്കുന്നത് മോസ്റ്റ് ലോജിക്കൽ ആൻഡ് റാഷണൽ മെസ്സേജ് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് ഫിലോസഫിക്കൽ, സോ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വായിക്കാം. നമുക്ക് ഒരുപാട് സമയം കളയാൻ പറ്റില്ല. ഇറ്റ് ഇസ് ദ പോയട്രി, നോട്ട് സയൻസ് ഓർ റിലിജൻ, which recognizes and accepts imperfections in humans. Okay, fine. Truth is revealed through science or religion, and poetry is anathema to truth. Poetry is romantic, imaginary, and is about feeling, whereas science and religion are about truth.
In a world of violence, tyranny, and bigotry, poetry is a form of dynamic resistance. Okay, fine. സോ ഇവിടെ ചോദിച്ചേക്കുന്നത് ഇനി നമുക്ക് പാസേജ് വായിക്കണം, കാരണം ഇത് കുറച്ച് ടഫാണ്. നമുക്ക് വെറുതെ എന്താണ് പാസേജ് ഇല്ലാതെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം വൈ ഫിലോസഫിക്കൽ ആണ്. ഓക്കെ, സോ നമ്മൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, കുറച്ച് ട്രിക്കിയാണ്. അപ്പൊ ഫസ്റ്റ് ലൈനിൽ തന്നെ ഇവിടെ കാണാൻ പറ്റുന്ന റിലീജിയനും സയൻസ് പോലെയല്ല, പോയട്രി ഡസ് നോട്ട് പോസിറ്റ് ഓർ എക്സ്പെക്ട് എനി ബിലീഫ് ഇൻ ആബ്സല്യൂട്ട് ട്രൂത്ത്. അപ്പൊ എനിക്ക് ഏകദേശം മനസ്സിലായി ഇവിടെ എന്തോ ഒരു കമ്പാരിസൺ നടത്തുവാണ്, റിലീജിയനും സയൻസും പോയട്രിയും തമ്മിലുള്ള കമ്പാരിസൺ നടത്തുവാണ്. എന്നിട്ട് പോയട്രീനെ കുറിച്ചാണ് ഇവിടെ കൂടുതലായിട്ട് പറയുന്നത്. കാരണം നോക്കുക, പോയട്രീനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, പോയട്രി അബൈഡ്സ് ബൈ ദ പ്ലൂറാലിറ്റി ഓഫ് ലൈഫ് ആൻഡ് എക്സിസ്റ്റൻസ്. പോയട്രി ഇത് ഫോളോ ചെയ്യുന്നു, എന്താ പ്ലൂറൽ, അനക്രോണിസ്റ്റിക്, ഫുൾ ഓഫ് കോൺട്രഡിക്ഷൻസ്. അപ്പൊ ടിറനി ഓഫ് ട്രൂത്ത്, പോയട്രി ഒരു ഡെമോക്രാറ്റിക് റിയാലിറ്റി ആയിട്ട് മാറി നിൽക്കുന്നു. അപ്പൊ പോയട്രീനെ കുറിച്ചാണ് കൂടുതലായിട്ട് ഇവിടെ പറയുന്നത്. ഓക്കെ, പോയട്രീന്റെ ഹ്യൂമിലിറ്റിയും ഡിഫൈൻസിനെ കുറിച്ചാണ് പറയുന്നത്. സോ നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് നോക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഇസ് ദ പോയട്രി നോട്ട് സയൻസ് ഓർ റിലീജിയൻ വിച്ച് റെക്കഗ്നൈസസ് ആൻഡ് അക്സെപ്റ്റ്സ് ഇംപെർഫെക്ഷൻസ് ഇൻ ഹ്യൂമൻസ്. ഓക്കെ, ഇത് നമുക്ക് ഹോൾഡ് ചെയ്യാം, കാരണം ചിലപ്പോൾ ശരിയാവും, കാരണം ഫസ്റ്റ് ലൈനിൽ തന്നെ റിലീജിയനും സയൻസും തമ്മിലൊരു കമ്പാരിസൺ നടത്തുന്നുണ്ട് പോയട്രിയുടെ. സോ വിൽ ഹോൾഡ് അബൌട്ട് ഇറ്റ്. ട്രൂത്ത് ഇസ് റിവീൽഡ് ത്രൂ സയൻസ് ഓർ റിലീജിയൻ, പോയട്രി ഇസ് അനതെമ ട്രൂത്ത്. ഓക്കെ, ഇത് നമുക്ക് ഒരു കാര്യമായിട്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ട്രൂത്തിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, പക്ഷെ സയൻസോ റിലീജിയനിലെ ട്രൂത്തിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. സോ വി കനോട്ട് സേ poetry is romantic, imaginary and is about feeling, whereas science and religion are about truth. Okay, fine, we can hold ഇതും ശരിയാണ്. In a world of violence and tyranny and bigotry, poetry is a form of dynamic resistance. Okay, so ഈ പാസേജ് എൻഡ് ചെയ്യുന്നത് ഇതാണ്, poetry proposes both humility and defiance against the arrogance of power and wealth, against the tyranny of truth. Poetry remains a democratic reality. അപ്പോൾ പോയട്രിയുടെ ഒരു ഭംഗിയെ കുറിച്ച്, പോയട്രി എന്തുകൊണ്ടാണ് വളരെ നല്ലതെന്ന് പറഞ്ഞിട്ടാണ് ഓത്തർ അത് സ്റ്റോപ്പ് ചെയ്യുന്നത്. സോ ഐ തിങ്ക് ഇറ്റ് ക്യാൻ ബി ബിറ്റ്വീൻ എ ഓർ ഡി, ബിക്കോസ് ഇവിടെ പറയുന്നത് ട്രൂത്തിനെ കുറിച്ചാണ്. ഇവിടെ പോയട്രിയുടെ ഗുണങ്ങളെ കുറിച്ച് മാത്രമാണ് ഇവിടെ പറയുന്നത്, ഇതിലും. സോ ഇറ്റ്സ് വെരി ട്രിക്കി. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വിടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ചിലവർ വിടും, കാരണം നമുക്ക് നെഗറ്റീവ് അടിക്കാം. ഇറ്റ് ഇസ് എന്താ പറയുന്നത്, വളരെ സബ്ജക്റ്റീവ് ആണ്. ഇതൊക്കെ നമുക്ക് അങ്ങനെ ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. ബട്ട് എനിവേ ഇറ്റ് ക്യാൻ ബി between A or D. I will definitely go for D. It seems the answer is A, but we never know. നമുക്ക് ഒഫീഷ്യൽ കേസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബട്ട് ഐ വിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഡി, ബിക്കോസ് ഓത്തർ എൻഡ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു മോഡലാണ്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. ഇവിടെ പറയുന്നത് പാസേജ് ആണ്, അസംഷൻസ് ആണ് ഇവർ ചോദിച്ചേക്കുന്നത്. ദ ഓത്തർ ഓഫ് ദ പാസേജ് ബിലീവ്സ് ദാറ്റ് ഫ്ലവേഴ്സ് ആർ ക്രിയേഷൻസ് ഓഫ് നേച്ചേഴ്സ് ലക്ഷറി. ഓക്കെ, the author of the passage does not believe in the usefulness of flowers except as things of beauty. Okay, ഇവിടെ ചോദിച്ചേക്കുന്നത് ഓത്തറിന്റെ ബിലീഫ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പം നമ്മൾ പാസേജ് വായിച്ചാലാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. ദ ഫ്ലവർ വാസ് നോട്ട് ഇൻവെന്റഡ് ടു പ്ലീസ് us. ഓക്കെ, ഫൈൻ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യമേ തന്നെ ഓത്തർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്താണ്, ഫ്ലവർ ഇൻവെന്റ് ചെയ്തേക്കുന്നത് മനുഷ്യനെ പ്ലേസ് ചെയ്യാനല്ല. ഓക്കെ, അപ്പൊ അതിന് വേറെ പല കാര്യങ്ങളുണ്ടെന്നാണ് ഓത്തർ ബിലീവ് ചെയ്യുന്നതെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി. അപ്പൊ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഇറ്റ് ഫ്ലോണ്ടഡ് ഇറ്റ്സ് പെറ്റൽസ് ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് പെർഫ്യൂം ടു അട്രാക്ട് ആൻ ഇൻസെക്ട്. ഓക്കെ, ഇതായിരിക്കും അതിന്റെ ഒരു ഫംഗ്ഷൻ. ഫ്ലവർ ഇൻവെന്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ഫംഗ്ഷന് വേണ്ടി ആയിരിക്കാം. ഓക്കെ, ഓത്തർ പറയുന്നു, വാട്ട് വി കോൾ എ ഫ്ലവേഴ്സ് ബ്യൂട്ടി ഇസ് മിയർലി എ ബൈ പ്രൊഡക്റ്റ് ആൻഡ് എ ഹ്യൂമൻ ഇൻവെൻഷൻ. ഓക്കെ, ഫ്ലവറിന്റെ ഇപ്പൊ ഭംഗിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഫ്ലവറിന്റെ ഭംഗി എന്ന് പറയുന്നത് മനുഷ്യനുണ്ടാക്കിയ, അല്ലെങ്കിൽ മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കാര്യത്തിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിരുന്നു. അത് മൂലമുള്ള ഒരു കാരണമാണ് പൂവിന്റെ ഒരു ഭംഗിയെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഫൈൻ, ഇത് കുറച്ച് ട്രിക്കിയാണ്, ബട്ട് നമുക്ക് നോക്കാം. അപ്പോ അതൊരു എന്താ പറയുന്നത്, ഒരു കമ്പാരിസൺ ഇവിടെ നടത്തുന്നുണ്ട് പെർഫ്യൂമിന്റെ ഒരു എക്സാമ്പിൾ യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഫൈൻ, ഇവിടെ പറയുന്നു, ഓത്തർ ഓഫ് ദ പാസേജ് ബിലീവ്സ് ദാറ്റ് ഫ്ലവേഴ്സ് ആർ ക്രിയേഷൻസ് ഓഫ് നേച്ചേഴ്സ് ലക്ഷറി. ഇത് എവിടെയെങ്കിലും പാസേജിൽ പറയുന്നുണ്ടോ അങ്ങനെ? നേച്ചറിന്റെ ലക്ഷറിയാണ്, ഒരു ലക്ഷറി ഐറ്റം ആയിട്ടാണോ ഫ്ലവർ ക്രിയേറ്റ് ചെയ്തതെന്ന്? അല്ല, കാരണം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈനിൽ തന്നെ പറയുന്നുണ്ട്, സി ഫ്ലവർ വാസ് നോട്ട് ഇൻവെന്റഡ് ടു പ്ലീസ് us. ഓത്തർ പറയുന്നു, ഇറ്റ് ഫ്ലോണ്ടഡ് ഇറ്റ്സ് പെറ്റൽസ് ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് പെർഫ്യൂം ടു അട്രാക്ട് ഇൻസെക്ട്. ഈ ഇൻസെക്ട് പോളൻ ക്യാരി ചെയ്തിട്ടാണ് പോളൻ, അപ്പോൾ ആ പോളൻ വേസ്റ്റ് ആവാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഇൻസെക്റ്റുകൾ പോളനെ ഫ്ലവറിൽ നിന്ന് ക്യാരി ചെയ്യുന്നത്. സോ ബേസിക്കലി ഫ്ലവർ ഇൻഡയറക്ട്ലി ഒരു പ്രോപ്പർ ഫംഗ്ഷൻ ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഫ്ലവർ വെറും ഒരു ബ്യൂട്ടിക്ക് വേണ്ടി മാത്രം എസ്റ്റാബ്ലിഷ് ചെയ്തൊരു സംഭവം അല്ലാന്ന് ആദ്യമേ തന്നെ ഓത്തർ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. വെറും ലക്ഷറി ഐറ്റം മാത്രമല്ല ഫ്ലവർ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്
നമുക്കറിയാം തെറ്റാണ് അല്ലെ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഓത്തർ ഓഫ് ദ പാസേജ് ഡസ് നോട്ട് ബിലീവ് ഇൻ ദ യൂസ്ഫുൾനെസ് ഓഫ്. അപ്പൊ നമുക്കറിയാലേ ലക്ഷറി ഐറ്റം അല്ലെങ്കിൽ അതിനൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഡസ് നോട്ട് ബിലീവ് ഇൻ ദ യൂസ്ഫുൾനെസ് ആവോ? ഇല്ല, ബിക്കോസ് ഹി ബിലീവ്സ് ഇൻ ദ യൂസ്ഫുൾനെസ്. അതിനൊരു യൂസ്ഫുൾനെസ് ഉണ്ട്, അത് യൂസ്ഫുൾ ആണ്, അതിനൊരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് ഓതർ ഓൾറെഡി ബിലീവ് ചെയ്യുന്നോണ്ടല്ലേ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാവുന്നത്. അപ്പൊ ഇത് രണ്ടും തെറ്റല്ലേ. ദാറ്റ് ഇസ് വൈ ദി ആൻസർ ഇസ് ഹിയർ ഡി. ഓക്കെ, നമുക്ക് മനസ്സിലായി. സി, കാരണം 1 പറയുന്നത് 2 തെറ്റാണെന്നാണ്. സോ ഇതാണ് ഇപ്പൊ നമ്മൾ പാസേജ് ക്ലിയർ ആയിട്ട് വായിക്കുക. നമ്മൾ ഈ ഫസ്റ്റ് ലൈനും ലാസ്റ്റത്തെ ലൈൻസ് ഒക്കെ ഒന്ന് നോക്കുക, അതുപോലെ നടുഭാഗം ഒക്കെ നോക്കുക. അവിടെയൊക്കെ നമുക്ക് കീ ടോപ്പ് പോയിന്റ്സ് കിട്ടും, പെട്ടെന്ന് സ്കിം ചെയ്ത് നോക്കുക. ബട്ട് നമ്മുടെ ക്ലാരിറ്റി വളരെയധികം സ്ട്രോങ് ആയിരിക്കണം. നമ്മൾ ചെക്ക് ചെയ്യണം സ്റ്റേറ്റ്മെന്റിൽ എവിടെയെങ്കിലും മാനിപ്പുലേഷൻ നടത്തുന്നുണ്ടോ, ഓത്തർ എക്സാമിനർ തെറ്റിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, നമുക്ക് ആ പോയിന്റ് മനസ്സിലായെന്ന് നമ്മൾ എക്സാമിനർ ചെക്ക് ചെയ്യുന്നതാണോ എന്ന് നമുക്ക് നോക്കണം. അപ്പൊ ഇതുപോലത്തെ പല ക്വസ്റ്റ്യൻസ് ഉണ്ട് UPSC-യുടെ. അപ്പൊ നമ്മൾ ചെയ്താണ് പ്രാക്ടീസ് ആവുന്നത്. ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെയാണ് കോംപ്രിഹെൻഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത്.